SSG വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേട്ടിട്ടുണ്ട് ഒരു ക്ലാസ്സാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. കേട്ടിട്ട് സൈക്കോളജിയുടെ ക്ലാസ്സാണ് ചെയ്യുന്നത്. കൂടുതലൊന്നും പറയുന്നില്ല, നേരെ വീഡിയോയിലോട്ട് പോകുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട്, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യ ചോദ്യം, കോൾബർഗിൻ്റെ സാൻമാർഗിക വികാസ സിദ്ധാന്തത്തിലെ യാഥാസ്ഥിതികാനന്തര സദാചാര ഘട്ടം അഥവാ പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി ലാസ്റ്റ് സ്റ്റേജിലോട്ടാണ് വന്നിട്ടുള്ളത്. പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റിക്ക് യോജിച്ച പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഫോർ സ്റ്റേജ് ഓഫ് പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി, ദാറ്റ് ഈസ് കോൾബർഗ്സ് തിയറി ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ്. ഒബേയിങ് ലോസ് ഫോർ സോഷ്യൽ കോൺട്രാക്റ്റ്, സാമൂഹിക ചിട്ടകൾക്ക് വേണ്ടിയിട്ട് നിയമങ്ങൾ പാലിക്കുന്നു. നെക്സ്റ്റ്, ബിഹേവ്സ് വെൽ ഫോർ ഫ്യൂച്ചർ ബെനഫിറ്റ്, ഭാവിയിൽ ബെനഫിറ്റ് ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് പെരുമാറുന്നു. ബിഹേവ്സ് ആസ് പെർ വിഷസ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് അല്ലെങ്കിൽ അതിന് നന്നായിട്ട് പെരുമാറുന്നു. ലാസ്റ്റ് വൺ, ബിഹേവ്സ് ആസ് ഇഫ് ദ ലോസ് ഓഫ് സൊസൈറ്റി ഫോർ ദ ഗുഡ് ഓഫ് മാൻകൈൻഡ്. എന്താണ്? സമൂഹത്തിൻ്റെ നിയമങ്ങൾ എന്താണ്? മനുഷ്യ നന്മയ്ക്കാണെന്ന് കരുതിയിട്ട് പെരുമാറുന്നു. ഇവിടെ കോൺസെപ്റ്റ് നോക്കൂ, മനുഷ്യ നന്മയ്ക്കാണെന്ന് കരുതിയിട്ട് പെരുമാറുന്നു. അപ്പോൾ നമുക്കറിയാം കോൾബർഗിൻ്റെ പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റിക്ക് യോജിച്ച സ്റ്റേറ്റ്മെൻറ്റ് ഇതിൽ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. ബിഹേവ്സ് ആസ് ഇഫ് ദ ലോസ് ഓഫ് സൊസൈറ്റി ഫോർ ദ ഗുഡ് ഓഫ് മാൻകൈൻഡ്, അല്ലേ? നിയമങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്? മനുഷ്യ നന്മയ്ക്ക്. ഓക്കെ, അപ്പോൾ ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ഏത് സ്റ്റേജിൽ പെടുത്താം? കോൾബർഗിൻ്റെ തേർഡ് സ്റ്റേജിലാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. കോൾബർഗിൻ്റെ തിയറി ഏതാണ്? തിയറി ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ്. കോൾബർഗിൻ്റെ തിയറിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ പ്രീ കൺവെൻഷണൽ സ്റ്റേജ്, പോസ്റ്റ് കൺവെൻഷണൽ സ്റ്റേജ്, പ്രീ കൺവെൻഷണൽ സ്റ്റേജ്, കൺവെൻഷണൽ സ്റ്റേജ്, പോസ്റ്റ് കൺവെൻഷണൽ സ്റ്റേജ്, ഇങ്ങനെ 3 പീരീഡാണ് അല്ലെങ്കിൽ 3 സ്റ്റേജായിട്ടാണ് മോറൽ ഡെവലപ്മെൻറ്റ് തിയറിയെ കോൾബർഗ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. പ്രീ കൺവെൻഷണൽ സ്റ്റേജിൽ 4 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള ആ ഒരു പീരീഡാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ ഒരു സമയത്ത് നടക്കുന്നത്? അക്കോർഡിംഗ് ടു കോൾബർഗ്, ദിസ് സ്റ്റേജ് ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ് ലാസ്റ്റ് ഫ്രം 4 to 10 years. ഒരു 4 വയസ്സ് മുതൽ 10 വയസ്സിനിടയ്ക്കുള്ള സംഭവമാണ് ഈ ഒരു ഇതിൽ ഇദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇവിടെ 2 കാര്യങ്ങളാണ് വരുന്നത്: പണിഷ്മെൻറ്റ് ആൻഡ് ഒബീഡിയൻസും സെൽഫ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റിവാർഡ് ആറ്റിറ്റ്യൂഡ്. ഓക്കെ, പണിഷ്മെൻറ്റ് ആൻഡ് ഒബീഡിയൻസ് ആണ്. ഇൻ ദിസ് വേ സ്റ്റുഡൻസ് ചൂസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റൈറ്റ് ആൻഡ് റോങ് അക്കോർഡിംഗ് ടു ബിഹേവിയർ ഓഫ് അതേഴ്സ് ടുവാർഡ്സ് ദം. ദാറ്റ് ഈസ് ഇഫ് ദേ ഡു റോങ് തിങ്സ് ദേ ഗെറ്റ് പണിഷ്മെൻറ്റ്. അതായത് തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പണിഷ്മെൻറ്റ് കിട്ടും എന്ന് മനസ്സിലാക്കിയിട്ട് കുട്ടികൾ അവരുടെ മോറൽസ് ചെയ്യുന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പണിഷ്മെൻറ്റ് കിട്ടുമെന്ന് പേടിച്ചിട്ട് കുട്ടികൾ എന്ത് ചെയ്യുന്നു? നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. ഓക്കെ, അതുപോലെ അവർ ഒബീഡിയൻ്റ് ആവുന്നത് എങ്ങനെയാണ്? പണിഷ്മെൻറ്റ് കിട്ടും എന്ന് പേടിച്ചിട്ടാണ്. നെക്സ്റ്റ്, സെൽഫ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റിവാർഡ് ആപ്റ്റിറ്റ്യൂഡ്. അതായത് നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ റിവാർഡ് കിട്ടും അല്ലെങ്കിൽ എനിക്ക് ഗിഫ്റ്റ് കിട്ടും, ആ ഒരു തോന്നലിൽ കുട്ടികൾ കാര്യങ്ങൾ ചെയ്യുന്നതും ഈ ഒരു ഏജിലാണ്. ഓക്കെ, അതാണ് റിവാർഡ് ആറ്റിറ്റ്യൂഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. സെക്കൻഡ് സ്റ്റേജാണ് കൺവെൻഷണൽ സ്റ്റേജ്. ഈ കൺവെൻഷണൽ സ്റ്റേജ് പറയുന്നത് 10 വയസ്സ് മുതൽ 13 വയസ്സ് വരെയാണ്. ഇതിൻ്റെ ഇയർ ചോദിക്കാറുണ്ട് എക്സാമിന്. 10 വയസ്സ് മുതൽ 13 വയസ്സ് വരെയാണ് രണ്ടാമത്തെ സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്, കൺവെൻഷണൽ സ്റ്റേജ്. അപ്പോൾ ഇതിൽ എന്താണ് വരുന്നത്? ഹോപ്പ് ടു ബി എ ഗുഡ് ബോയ് ഓർ ഗുഡ് ഗേൾ. അപ്പോൾ ഗുഡ് ബോയ് ഗുഡ് ഗേൾ എന്നുള്ള എന്താണ് കോൺസെപ്റ്റ് വരുന്നത് എവിടെയാണ്? രണ്ടാമത്തെ സ്റ്റേജിലാണ്. അതായത് എന്താണ്, ഞാനത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നല്ല പെൺകുട്ടിയാണ് അല്ലെങ്കിൽ ഞാൻ എന്താണ് നല്ല ആൺകുട്ടിയാണ്, ആ ഒരു ഇതിന് വേണ്ടിയിട്ട് കുട്ടികൾ കാര്യം ചെയ്യുന്നതാണ് ഹോപ്പ് ടു ബി ഗുഡ് ഗേൾ ഗുഡ് ബോയ് എന്ന് പറയുന്നത്. രണ്ടാമത് ലോ ആൻഡ് ഓർഡർ ഓറിയൻറ്റേഷനാണ്. എന്താണ്? സ്റ്റുഡൻസ് ആർ അവെയർ ഓഫ് ദ ലോ. സമൂഹത്തിലുള്ള നിയമങ്ങളും റൂൾസും കാര്യങ്ങളും പോളിസീസും ഒക്കെ എന്ത് ചെയ്യുന്നു? അവർ അംഗീകരിക്കുന്നു. ഓക്കെ, അപ്പോൾ അറ്റ് ദിസ് സ്റ്റേജ് ഹി ഡസ് നോട്ട് ഡിസ്ഒബേ ദ പോളിസി ആൻഡ് റൂൾസ് ബട്ട് ഒബേസ് ദം ആസ് ട്രൂത്ത്. ഓക്കെ, അപ്പോൾ ഇതിനെയൊക്കെ എന്ത് ചെയ്യുന്നു? സൊസൈറ്റിയുടെ റൂൾസും റെഗുലേഷൻസും ഒക്കെ അവർ അംഗീകരിക്കുന്നു. അതാണ് ലോ ആൻഡ് ഓർഡർ ഓറിയൻറ്റേഷൻ. ഇനി പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജിൽ വരുന്നത് എന്താണ്? 2 കാര്യങ്ങളാണ്. സ്റ്റേജ് ഓഫ് സോഷ്യൽ കോൺട്രാക്റ്റ് വരുന്നുണ്ട്. യൂണിവേഴ്സൽ കൺസൈൻ സ്റ്റേജ്. ഓക്കെ, യൂണിവേഴ്സൽ ഓർ കൺസൈൻ സ്റ്റേജ് എന്ന് നമുക്ക് ഇതിനെ വിളിക്കാം. ഇവിടെ സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് സൊസൈറ്റിയെ അവർ എന്താണ്
അവർ അക്സെപ്റ്റ് ചെയ്യുന്നു. ദേ സ്റ്റാർട്ട് മേക്കിംഗ് അപ്രോപ്രിയേറ്റ് ചേഞ്ചസ് ഇൻ ദെയർ പേഴ്സണാലിറ്റി. സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു, അവരുടെ പേഴ്സണാലിറ്റിയിലൊക്കെ ചില ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തുന്നു. അതേസമയം യൂണിവേഴ്സൽ എന്താണ്, എൻറ്റയർ മാൻകൈൻഡിന് വേണ്ടിയിട്ടുള്ള ഒരു ലക്ഷ്യം വെച്ചിട്ട്, ഓക്കെ, മുഴുവൻ യൂണിവേഴ്സൽ ആയിട്ടുള്ളൊരു കാര്യമാണ് യൂണിവേഴ്സൽ സ്റ്റേജിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് കോൾബർഗിൻ്റെ സ്റ്റേജ്. തീർച്ചയായിട്ടും ഈ ഭാഗത്ത് നിന്ന് നമുക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാം, 1-2 ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഹിയൻസ് ഡിലേമ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നതും ആരാണ്, നമ്മുടെ കോൾബർഗാണ്. നെക്സ്റ്റ് ചോദ്യം നോക്കൂ. മലയാളം വായിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത കുട്ടി അധ്യാപികയുടെ നിർബന്ധത്തിന് വഴങ്ങി വായന തുടങ്ങുകയും മികച്ച വായനക്കാരനാവുകയും ചെയ്തു. ഈ പ്രസ്താവന പഠനത്തെ സ്വാധീനിക്കുന്ന ഏത് ഘടകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? A child not interested in reading Malayalam was constrained by teacher, began reading and became good reader. Which factor influencing the learning is related to above statement? ഇത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? ഓപ്ഷൻസ്: താല്പര്യം, ആന്തരികാഭിപ്രേരണ, മനോഭാവം, ബാഹ്യാഭിപ്രേരണ. ഇൻട്രസ്റ്റ്, ഇൻട്രിൻസിക് മോട്ടിവേഷൻ, ആറ്റിറ്റ്യൂഡ്, എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. കറക്റ്റ് ഓപ്ഷൻ ഡി ആണ്, എക്സ്ട്രിൻസിക് ആണ്. കാരണം പുറത്തു നിന്നുള്ള ഒരു പ്രേരണയാലാണ് കുട്ടി ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത്. ഓക്കെ, അധ്യാപികയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ചെയ്യുന്നത്. സോ അത് എക്സ്ട്രിൻസിക്കായി എക്സ്റ്റേണലായിട്ട് നടക്കുന്ന ഒരു മോട്ടിവേഷനാണ്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. എപ്പോഴും നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷനും ഇൻട്രിൻസിക് മോട്ടിവേഷനും. എന്താണ് ഇൻട്രിൻസിക്? നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ തോന്നിയിട്ട് നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇൻറ്റേർണലായിട്ട് നടക്കുന്ന ഒന്നാണ് ഇൻട്രിൻസിക്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു, ആ കുട്ടി ഇപ്പോൾ ഇവിടെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം. ആ കുട്ടി എന്ത് ചെയ്യുന്നു, പുസ്തകം വായിക്കുന്നു. അവരിക്കലും ടീച്ചർ നിർബന്ധിച്ചിട്ടല്ല, മറിച്ച് നിന്ന് അവന് തോന്നുകയാണ് പുസ്തകം വായിക്കണം, അല്ലെങ്കിൽ വായന അവന് ഇഷ്ടമാണ്, അതുകൊണ്ട് അവൻ വായിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഇൻറ്റേർണൽ അഥവാ ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നു. ഇത് ടീച്ചറിൻ്റെ പ്രേരണയാൽ പുറത്തു നിന്നുള്ള ഒരു ഫാക്ടറിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയും, ഇത് എക്സ്ട്രിൻസിക് മോട്ടിവേഷനാണ്. ഓക്കെ, നെക്സ്റ്റ് മറ്റൊരു കോൺസെപ്റ്റാണ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ, നേടാനുള്ള അഭിപ്രേരണ. ആരാണ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ആളാരാണ്? സൈക്കോളജിസ്റ്റ് മക്ലെലൻഡ് ആണ്. ഓക്കെ, മക്ലെലൻഡ് ആണ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യം കൊണ്ടുവന്നത്. ഓക്കെ, എക്സാമിന് മുന്നേ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ മോട്ടിവേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിയറി, നീഡ് തിയറി കൊണ്ടുവന്നത് ആരാണ്? അത് അബ്രഹാം മാസ്ലോയാണ്. അബ്രഹാം മാസ്ലോ ആരാണ്? ഒരു ഹ്യൂമനിസ്റ്റ് സൈക്കോളജിസ്റ്റാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. എറിക് എച്ച് എറിക്സൺ മുന്നോട്ട് വെച്ച മനോസാമൂഹ്യ വികാസത്തിൽ, അതായത് സൈക്കോസോഷ്യൽ ഡെവലപ്മെൻറ്റ് തിയറിയെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ഊർജ്ജസ്വലത വേഴ്സസ് അപകർഷത, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി എന്ന പ്രതിസന്ധി ഘട്ടത്തിൻ്റെ പ്രായപരിധി ഏതാണ്? വിച്ച് ഈസ് ദ ഏജ് ലിമിറ്റ് അറ്റ് ദി ടൈം ഓഫ് ക്രൈസിസ് കോൾഡ് ഇൻഡസ്ട്രി ഓർ ഇൻഫീരിയോറിറ്റി ഇൻ സൈക്കോസോഷ്യൽ ഡെവലപ്മെൻറ്റ് ഓഫ് എറിക് എച്ച് എറിക്സൺ? ഏതാണ് വരുന്നത്? ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി ഏത് പീരീഡിലാണ് വരുന്നത്? ഓപ്ഷൻസ് വായിക്കാം. 1 മുതൽ 3 വയസ്സ് വരെ, ഓപ്ഷൻ ബി 3 മുതൽ 6 വയസ്സ് വരെ, ഓപ്ഷൻ സി 6 മുതൽ 12 വയസ്സ് വരെ, ഓപ്ഷൻ ഡി 12 മുതൽ 18 വയസ്സ് വരെ. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി 6 മുതൽ 12 വയസ്സ് വരെയാണ് എന്ത് വരുന്നത്? ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി വരുന്നത്. ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള ഒരു പീരീഡിലാണ്. അപ്പം ആരാണ് സൈക്കോസോഷ്യൽ ഡെവലപ്മെൻറ്റ് തിയറി മുന്നോട്ട് വെച്ചത്? അത് എറിക് എച്ച് എറിക്സൺ ആണ്. അദ്ദേഹം ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേജുകളായിട്ട് ഹ്യൂമൻ ഡെവലപ്മെൻറ്റിനെ എടുത്ത് പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ ചെറിയൊരു ഡീറ്റെയിൽസ് കൂടെ ഞാനിവിടെ കാണിക്കാം. അപ്പോൾ ഇവിടെ നോക്കൂ, എറിക് എച്ച് എറിക്സൻ്റെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് എത്ര സ്റ്റേജുകളായിട്ട് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്? ഒരു 8 സ്റ്റേജുകളായിട്ടാണ് അദ്ദേഹം ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇൻഫാൻസി, ഏർലി ചൈൽഡ്ഹുഡ്, പ്ലേ സ്റ്റേജ്, സ്കൂൾ ഏജ്, അഡോളസൻസ്, ഏർലി അഡൾട്ട്ഹുഡ്, മിഡിൽ ഏജ് ആൻഡ് ഓൾഡ് ഏജ്. അതിൽ ഇൻഫാൻസിയാണ് 0 മുതൽ 1 വയസ്സ് വരെ. അപ്പോൾ ഫസ്റ്റ് 1 വയസ്സ് വരെ അല്ലെങ്കിൽ ഫസ്റ്റ് 1 ഇയർ വരെ എങ്ങനെയാണ് ബേസിക് കോൺഫ്ലിക്റ്റ് എന്താണ്? ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് ആണ്. ഓക്കെ, കുട്ടികളിൽ ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് എന്നൊരു കോൺഫ്ലിക്റ്റ് ആണ് നടക്കുന്നത്. ഓക്കെ, അവിടെ എന്താണ് വെർച്യൂ ആയിട്ട് വരുന്നത്? ഹോപ്പാണ്, ഒരു പ്രതീക്ഷയാണ്. ഓക്കെ, നെക്സ്റ്റ് ഏർലി ചൈൽഡ്ഹുഡാണ് ഓട്ടോണമി വേഴ്സസ് ഷെയിം ഓർ ഡൗട്ട്. ഓട്ടോണമി വേഴ്സസ് ഷെയിം. ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഏജ് ആണ്. 1 to 3 ഇയേഴ്സ് ആണ് ഏർലി ചൈൽഡ്ഹുഡ് ഓട്ടോണമി വേഴ്സസ് ഷെയിം വരുന്നത്. 3 നോക്കൂ, പ്ലേ സ്റ്റേജ് ആണ്
3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ. ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ് ആണ് വരുന്നത്. ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ് ആണ്. ഓക്കെ. നെക്സ്റ്റ് സ്കൂൾ ഏജ് ആണ് 7 മുതൽ 11. നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിൽ 6 മുതൽ 12 എന്നാണ് കൊടുത്തത്. അതും ശരിയാണ്, സെയിം പീരീഡ് ആണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു സ്കൂൾ ഏജിൽ ബേസിക് കോൺഫ്ലിക്റ്റ് എന്താണ് ഉണ്ടാകുന്നത്? ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി ആണ്. ഓക്കെ, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി ആണ്. അവിടെ ഒരു കോമ്പീറ്റൻസ് ആണ് അവിടെ നടക്കുന്നത്. ഡെവലപ്പ് സെൽഫ് കോൺഫിഡൻസ് ഇൻ എബിലിറ്റീസ് വെൻ കമ്പയർഡ് ഓർ സെൻസ് ഓഫ് ഇൻഫീരിയോറിറ്റി വെൻ നോട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്കൂൾ ഏജിൽ വരുന്നത് പ്രധാനമായിട്ടും ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി ആണ്. നെക്സ്റ്റ് അഡോളസൻസ് പീരീഡിലുള്ള ബേസിക് കോൺഫ്ലിക്റ്റ് ആണ് ഏത്? ഐഡൻറ്റിറ്റി വേഴ്സസ് കൺഫ്യൂഷൻ അഥവാ ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്നുള്ള ടേം കൊണ്ടുവന്നത് എറിക്സൺ ആണ്. ഈ ഒരു പീരീഡിൽ കുട്ടികൾക്ക് അഡോളസൻസിലെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു ക്രൈസിസ് ആണ് എന്താണ് ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ടേം മുന്നേ ചോദിച്ചിട്ടുണ്ട്. ആരുടെ തിയറിയിൽ വരുന്നതാണ്, ഏത് സ്റ്റേജിൽ വരുന്നതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഏർലി അഡൽട്ട്ഹുഡ് പീരീഡാണ്. ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ ആണ്. ആ ഒരു പീരീഡിലാണ് ലവ്. ഓക്കെ, ലവ് എന്നുള്ളതിന് വിർച്വയായിട്ട് വരുന്നത്. നെക്സ്റ്റ് മിഡിൽ ഏജ് ആണ്. 30 മുതൽ 64 വയസ്സ് വരെ ജനറേറ്റിവിറ്റി വേഴ്സസ് ഒരു സ്റ്റാഗ്നേഷൻ. ഓക്കെ, ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ ആണ്. ഓൾഡ് ഏജ് 65 ഓൺവാർഡ്സ് ആണ്. അവിടെയാണ് ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പെയർ വരുന്നത്. ഓക്കെ, ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പെയർ വരുന്നത്. അപ്പം ഇതെന്ത് ചെയ്യുക, ഈ ഒരു ടേബിൾ ഇതുപോലെ നിങ്ങൾ പ്രധാനമായിട്ടും ഇവിടെ നടക്കുന്ന കോൺഫ്ലിക്റ്റ് ഏതാണ്, സ്റ്റേജിലെ ആ ഒരു ഏജ് എത്രയാണ്, പ്രായപരിധി കൂടെ ഒന്ന് നോക്കി വെച്ചാൽ നന്നായിരിക്കും. അങ്ങനെയാണ് എക്സാമിന് ചോദിക്കാറുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. പക്വ വ്യക്തിത്വം അഥവാ മെച്യൂർ പേഴ്സണാലിറ്റി എന്ന കോൺസെപ്റ്റ് അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഐഡൻറ്റിഫൈ ദ സൈക്കോളജിസ്റ്റ് ഹു സജസ്റ്റഡ് ദ കോൺസെപ്റ്റ് ഓഫ് മെച്യൂർ പേഴ്സണാലിറ്റി. ഓപ്ഷൻ എ കാൾ റോജേഴ്സ്, ഓപ്ഷൻ ബി അബ്രഹാം മാസ്ലോ, ഓപ്ഷൻ സി GW ആൽപോർട്ട്, ഓപ്ഷൻ ഡി RB കാറ്റൽ. കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. GW ആൽപോർട്ടാണ്. ഓക്കെ, GW ആൽപോർട്ടാണ് മെച്യൂർ പേഴ്സണാലിറ്റി എന്ന ആശയം അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ. ഓക്കെ, അപ്പോൾ പേഴ്സണാലിറ്റി തിയറിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനമായിട്ടും 2 തിയറീസ് പഠിക്കുന്നുണ്ട്. ഒന്ന് ആൽപോർട്ടിൻ്റേതും മറ്റൊന്ന് RB കാറ്റലിൻ്റേതും പഠിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ GW ആൽപോർട്ടാണ് പക്വ വ്യക്തിത്വം അഥവാ മെച്യൂർ പേഴ്സണാലിറ്റി എന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. The word personality derived from the Latin word persona. ഓക്കെ, പേഴ്സോണ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് പേഴ്സണാലിറ്റി എന്നുള്ള ടേം വന്നിട്ടുള്ളത്. ഓക്കെ, ഈ പേഴ്സോണയുടെ മീനിങ് എന്താണ്? പേഴ്സോണ മീൻസ് മാസ്ക് എന്നാണ്. ഓക്കെ, മാസ്ക് എന്നാണ് ഈ ഒരു പേഴ്സോണ എന്ന വേർഡ് മീനിങ്. ഇനി ഇവിടെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി തിയറിയിൽ വരുന്ന കോൺസെപ്റ്റുകൾ 3 കോൺസെപ്റ്റാണ് അദ്ദേഹം പറയുന്നത്. കാർഡിനൽ ട്രേറ്റ്, സെൻട്രൽ ട്രേറ്റ്, സെക്കൻഡറി ട്രേറ്റ്. കാർഡിനൽ ട്രേറ്റ്, സെൻട്രൽ ട്രേറ്റ്, സെക്കൻഡറി ട്രേറ്റ്. കാർഡിനൽ മീൻസ് മുഖ്യം അല്ലേ, മുഖ്യ സവിശേഷത. അതുപോലെ സെൻട്രൽ മീൻസ് മധ്യ സവിശേഷത. അതുപോലെ സെക്കൻഡറി ട്രേറ്റ് മീൻസ് ദ്വിതീയ സവിശേഷത. ഓക്കെ, അപ്പോൾ ഇത് ആരുടെ തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്? ആൽപോർട്ടിൻ്റെ തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. നെക്സ്റ്റ് ചോദ്യം. എ ചൈൽഡ്സ് അൺകൺട്രോളബിൾ ആൻഡ് ഇറേഷണൽ ഫിയർ ഓഫ് സീയിങ് എ ക്യാറ്റ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ബൈ. അതായത് ഒരു കുട്ടി എന്ത് ചെയ്യുന്നു, ക്യാറ്റിനെ കാണുമ്പോൾ നിയന്ത്രിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഫിയറിനെ നമുക്ക് ഏത് തിയറി വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ കറക്റ്റ് ഓപ്ഷൻസ് നോക്കൂ. സോഷ്യൽ ലേണിംഗ്, ഓപ്പറൻറ്റ് കണ്ടീഷനിങ്, ക്ലാസിക്കൽ കണ്ടീഷനിങ്, നൺ ഓഫ് ദി എബോവ്. കറക്റ്റ് ഓപ്ഷൻ ഏതാണ് വരുന്നത്? ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയാണ്. ഓക്കെ, ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി വെച്ചിട്ടാണ് നമുക്ക് ഈ കുട്ടിയുടെ ഈ ഒരു സ്വഭാവത്തെ നമുക്ക് വിശദീകരിക്കാൻ പറ്റുന്നത്. അപ്പോൾ ആരാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയുടെ ഉപജ്ഞാതാവ്? ആരാണ്? പാവ്ലോവ് ആണ് അല്ലേ. പാവ്ലോവ് ആണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി കൊണ്ടുവന്നത്. സ്റ്റിമുലസ്, റെസ്പോൺസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചത് ഈ ഒരു തിയറിയിലാണ്. ഓക്കെ, ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി കൊണ്ടുവന്നത് പാവ്ലോവ് ആണ്.
സോഷ്യൽ ലേണിംഗ് തിയറി, ഈ ഓപ്ഷൻസിൽ നോക്കൂ, സോഷ്യൽ ലേണിംഗ് തിയറി ആരാണ് കൊണ്ടുവന്നത്? ആൽബർട്ട് ബന്ദൂരയാണ് സോഷ്യൽ ലേണിംഗ് തിയറി കൊണ്ടുവന്നത്. ഓപ്പറൻറ്റ് കണ്ടീഷനിങ് കൊണ്ടുവന്നത് ആരാണ്? BF സ്കിന്നറാണ്. ഓക്കെ, BF സ്കിന്നറാണ്. ഇതിൽ BF സ്കിന്നറിൻ്റെ ഓപ്പറൻറ്റ് കണ്ടീഷനിങ് തിയറിയും ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി ഓഫ് പാവ്ലോവും അതുപോലെ തോണ്ടേക്കിൻ്റെ ട്രയൽ ആൻഡ് എറർ തിയറിയും നമുക്ക് ഏത് അപ്രോച്ചിൽ ഉൾപ്പെടുത്താം? സൈക്കോളജിയിലെ ബിഹേവിയറിസ്റ്റിക് അപ്രോച്ചിൽ വരുന്ന 3 തിയറികളാണ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ്, ക്ലാസിക്കൽ കണ്ടീഷനിങ്, അതുപോലെ ബോണ്ട് തിയറി അല്ലെങ്കിൽ ട്രയൽ ആൻഡ് എറർ തിയറി. ഓക്കെ, ശ്രമ പരാജയ സിദ്ധാന്തം കൊണ്ടുവന്നത് തോണ്ടേക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് സ്റ്റേജ് ഓഫ് ക്രിയേറ്റിവിറ്റി ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദി ആഹാ മൊമെൻറ്റ്? ക്രിയേറ്റിവിറ്റിയുടെ ഏത് സ്റ്റേജിലാണ് ആഹാ നിമിഷം വരുന്നത് അല്ലെങ്കിൽ ആഹാ മൊമെൻറ്റ് ഉണ്ടാകുന്നത്? പ്രിപ്പറേഷൻ, ഇൻക്യുബേഷൻ, ഇല്യൂമിനേഷൻ, വെരിഫിക്കേഷൻ. ഏത് സ്റ്റേജിലാണ് ആഹാ മൊമെൻറ്റ് വരുന്നത്? ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? കറക്റ്റ് ഓപ്ഷൻ സി ആണ് അല്ലേ, ഇല്യൂമിനേഷൻ. ഏതാണ്? ഇല്യൂമിനേഷൻ എന്ന് പറയുന്ന പീരീഡിലാണ് ആഹാ മൊമെൻറ്റ് ഉണ്ടാകുന്നത്. അതായത് ഒരു പ്രശ്നത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നു, പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യുന്നു, കുറേ ചിലപ്പോൾ നമ്മൾ ആലോചിക്കുന്നു, ഒന്നും കിട്ടുന്നില്ല, പെട്ടെന്നൊരു നിമിഷം നമുക്ക് എന്ത് ചെയ്യുന്നു, അതിനുള്ള ഒരു സൊല്യൂഷൻ കിട്ടുന്നു. ആ ഒരു മൊമെൻറ്റിനെയാണ് നമ്മൾ ആഹാ മൊമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇല്യൂമിനേഷൻ എന്ന സ്റ്റേജിലാണ് വരുന്നത്. അപ്പോൾ ക്രിയേറ്റിവിറ്റി, ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് മറ്റൊരു ഉത്തരം കൂടെ ഉണ്ട്. ക്രിയേറ്റിവിറ്റിയിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം, എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം ഏതാണ്? ഇതിനെ അറേഞ്ച് ചെയ്യാൻ ചോദിക്കും. ക്രിയേറ്റിവിറ്റിയുടെ സ്റ്റേജുകൾ കറക്റ്റ് ഓർഡറിൽ ചെയ്യാൻ ചോദിക്കും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വരുന്നത് ഏതാണ്? പ്രിപ്പറേഷനാണ്. ഓക്കെ, ക്രിയേറ്റിവിറ്റിയുടെ ഫസ്റ്റ് സ്റ്റേജ് എന്താണ്? പ്രിപ്പറേഷനാണ്. രണ്ടാമത്തെ സ്റ്റേജ് എന്താണ്? ഇൻക്യുബേഷനാണ് അല്ലേ. ഇൻക്യുബേഷൻ, നമ്മൾ മനസ്സിനെ ആ ഒരു പുറത്തേക്ക് വിടുന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു സ്റ്റേജ് ഇൻക്യുബേഷനാണ്. നെക്സ്റ്റ് സ്റ്റേജ് എന്താണ്? മൂന്നാമത്തെ സ്റ്റേജിലാണ് നമുക്ക് എന്ത് വരുന്നത്? ഇല്യൂമിനേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു പ്രശ്നത്തെപ്പറ്റി ചിന്തിച്ച് നമുക്കൊരു സൊല്യൂഷൻ, പെട്ടെന്നൊരു ദിവസം ഒരു സൊല്യൂഷൻ ഉണ്ടാകുന്ന ഒരു നിമിഷം, അതാണ് ഇല്യൂമിനേഷൻ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ വെരിഫൈ ചെയ്യുന്നു. കിട്ടിയ അറിവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെടുത്തി അതിനെ വെരിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ കറക്റ്റ് ഓർഡറിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക? ഇതാണ് ക്രിയേറ്റിവിറ്റിയുടെ ഓർഡർ. ഓക്കെ, നെക്സ്റ്റ് ഈ ക്രിയേറ്റിവിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റിയുടെ തിയറിയുമായി ബന്ധപ്പെട്ടിരുന്ന പേരാരാണ്? ടോറൻസ് ആണ്. ഓക്കെ, ടോറൻസ്. ക്രിയേറ്റിവിറ്റിയുടെ ഫാദറായിട്ട് അറിയപ്പെടുന്നത് ടോറൻസ് ആണ്. ഓക്കെ, ടോറൻസ് ആണ്. അപ്പോൾ ടോറൻസ് ടെസ്റ്റ്, ക്രിയേറ്റിവിറ്റി അളക്കാനുള്ള ടെസ്റ്റാണ് ടോറൻസ് ടെസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ചോദ്യം നോക്കൂ. Learning happens through the meaningful integration between new and previously studied material is the principle of. Learning നടക്കുന്നത്, പഠനം നടക്കുന്നത് എങ്ങനെയാണ്? ത്രൂ മീനിങ്ഫുൾ ഇൻറ്റഗ്രേഷൻ ആണ്. മീനിങ്ഫുൾ ഇൻറ്റഗ്രേഷൻ ബിറ്റ്വീൻ പ്രീവിയസ്ലി സ്റ്റഡീഡ്, നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളും അതുപോലെ ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളും തമ്മിലുള്ള ഒരു ഇൻറ്റഗ്രേഷനിലൂടെ ഒരു അവ തമ്മിലുള്ള ഒരു ബന്ധത്തിലൂടെയാണ് എന്ത് നടക്കുന്നത്? ലേണിംഗ് നടക്കുന്നത് എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ലേണിംഗ് ഹാപ്പൻസ് ത്രൂ ദ മീനിങ്ഫുൾ ഇൻറ്റഗ്രേഷൻ ബിറ്റ്വീൻ ന്യൂ ആൻഡ് പ്രീവിയസ്ലി സ്റ്റഡീഡ്. നമ്മളിപ്പോൾ പഠിക്കുന്നതും നമ്മൾ മുന്നേ പഠിച്ചതുമായിട്ടുള്ള മെറ്റീരിയൽസ് തമ്മിലുള്ളൊരു കണക്ഷനിലൂടെയാണ്, ഒരു ഇൻറ്റഗ്രേഷനിലൂടെയാണ് പഠനം നടക്കുന്നത് എന്ന് വാദിച്ചത്. ഓപ്ഷൻ ഇ ബ്രൂണർ, ഓപ്ഷൻ ബി ഒസബൽ, ഓപ്ഷൻ സി തോണ്ടേക്ക്, ഓപ്ഷൻ ഡി പിയാഷെ. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ഡേവിഡ് ഒസബലാണ് കറക്റ്റ്. ഓപ്ഷൻ ബി ഡേവിഡ് ഒസബലാണ് കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒസബലാണ് എന്ന് പറഞ്ഞത് കുട്ടികളിൽ പഠനം നടക്കുന്നത് മുന്നേ പഠിച്ച വിവരങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കും മുന്നേ നമ്മൾ പഠിച്ച കാര്യങ്ങളും തമ്മിലുള്ള ഒരു കണക്ഷനിലൂടെയാണ് ലേണിംഗ് നടക്കുന്നത് എന്ന് പറഞ്ഞത് ഡേവിഡ് ഒസബലാണ്. ഒസബലിൻ്റെ തിയറി ഏത് പേരിൽ അറിയപ്പെടുന്നു? മീനിങ്ഫുൾ വെർബൽ ലേണിംഗ് അല്ലേ, മീനിങ്ഫുൾ വെർബൽ ലേണിംഗ്. അതുപോലെ റിസപ്ഷൻ ലേണിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്ന തിയറിയും ആരുടെ തിയറിയാണ്? നമ്മുടെ ഒസബലിൻ്റെ തിയറിയാണ്. അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരാണ്? അതും ഒസബലാണ്. അഡ്വാൻസ് ഓർഗനൈസർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നതും ഡേവിഡ് ഒസബലാണ്. ഈ ഓരോ ചോദ്യവുമായിട്ട് കണക്ട് ചെയ്ത് പറയുന്നത് മുന്നേ എക്സാമിന് ചോദിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ടാണ്. അപ്പം ഒസബലിൻ്റെ എന്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു? അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു? അത് ഡേവിഡ് ഒസബലാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ,
NCF 2005 suggests teaching learning process to be as ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ എ ടീച്ചിങ് ഈസ് എ പ്രോസസ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് നോളജ് ആണ്. നെക്സ്റ്റ് ചോദ്യം നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009? ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? ഇറ്റ് ഡയറക്ട്സ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ഓൾ ചിൽഡ്രൻ ഓഫ് ഏജ് 6 to 18 എന്നുള്ളതാണ്. Next question. An intelligence test is conducted for two students A and B having 10 years old. The mental age of A is found to be 10 and that of B is 14. From this one can arrive at the conclusion. ഏതാണ് വരുന്നത്? കറക്റ്റ് ഓപ്ഷൻ സി ആണ് വരുന്നത്. കറക്റ്റ് ഓപ്ഷൻ സി ആണ് വരുന്നത്. IQ level of B is greater than that of A. Next question. Which theory of personality was developed by Sigmund Freud? എനിക്ക് തോന്നുന്നു നമ്മുടെ എക്സാമിന് ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ഏരിയ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെതാണ്. കാരണം സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ തിയറി പല രൂപത്തിലും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 4 ഓപ്ഷൻസ് നമുക്ക് നോക്കാം. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ പേഴ്സണാലിറ്റി തിയറിയാണ് ചോദിച്ചിട്ടുള്ളത്. പേഴ്സണാലിറ്റി തിയറി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അത് സൈക്കോ അനലിറ്റിക് ആണോ, ജെൻഡർ ബേസ്ഡ് ആണോ, സൈക്കോ സോഷ്യൽ ആണോ, ബിഹേവിയറിസ്റ്റിക് ആണോ? അപ്പോൾ ഏതാണ് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സൈക്കോ അനലിറ്റിക് തിയറി? ഈ എല്ലാ തിയറീസും എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക തിയറീസും നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അടുത്ത കേട്ടറ്റിന് വേണ്ടി പഠിക്കുന്ന ആളുകളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ ഒരുപാട് സമയമുണ്ട്. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. ഓരോ തിയറിയും പഠിക്കുക. ഓരോ തിയറിയുടെയും പോയിന്റ്സ് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. എല്ലാ തിയറീസും നമ്മുടെ ചാനലിലുണ്ട്. നമ്മുടെ ചാനലിൽ സിലബസ് ബേസ്ഡ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരു 10-12 വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് ബ്രോണറിൻ്റെ തിയറി വരുന്നുണ്ട്, പിയാഷയുടെ തിയറി ഉണ്ട്, സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ തിയറി ഉണ്ട്, എറിക് എച്ച് എറിക്സന്റെ തിയറി ഉണ്ട്. അതുകൂടാതെ കേട്ടിട്ട് സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് വേറൊരു പ്ലേലിസ്റ്റിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ട് ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഒരിക്കലും ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് മാത്രം പറയുന്നതല്ല, എന്താണ് അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് കൂടെ പറഞ്ഞിട്ട് ആണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഒരുപാട് മോഡൽ എക്സാംസ്, എനിക്ക് തോന്നുന്നു 5, 6, 7 മോഡൽ എക്സാംസ് നമ്മൾ സൈക്കോളജിക്ക് വേണ്ടിയിട്ട് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾ എന്ത് ചെയ്യുക, കുറേ ഇപ്പോൾ തന്നെ മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യണമെന്നില്ല, കുറേ ടോപ്പിക്സ് പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, മോഡൽ എക്സാംസ് അറ്റൻഡ് ചെയ്യുക. തീർച്ചയായിട്ടും ഇത്തവണ നിങ്ങൾക്ക് കേട്ടിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരുപാട് വീഡിയോസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ കാണുക. ഓരോ തിയറിയും വളരെ ഡീപ്പായിട്ട് തന്നെ പഠിക്കുക, കാരണം നിങ്ങളുടെ മുന്നിൽ ഒരുപാട് സമയമുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ വിച്ച് തിയറി ഓഫ് പേഴ്സണാലിറ്റി, ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പേഴ്സണാലിറ്റി സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വിച്ച് തിയറി ഓഫ് പേഴ്സണാലിറ്റി വാസ് ഡെവലപ്ഡ് ബൈ സിഗ്മണ്ട് ഫ്രോയിഡ്? ഓപ്ഷൻ എ സൈക്കോ അനലിറ്റിക്, ഓപ്ഷൻ ബി ജെൻഡർ ബേസ്ഡ്, ഓപ്ഷൻ സി സൈക്കോ സോഷ്യൽ, ഓപ്ഷൻ ഡി ബിഹേവിയറിസ്റ്റിക്. ഏതാണ് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറി ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ സൈക്കോ അനലിറ്റിക് തിയറിയാണ് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറി. ഏതാണ്? സൈക്കോ അനലിറ്റിക് തിയറിയാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഡെവലപ്മെന്റൽ തിയറി നമുക്ക് പഠിക്കാനുണ്ട്, പേഴ്സണാലിറ്റി തിയറി പഠിക്കാനുണ്ട്. പേഴ്സണാലിറ്റി തിയറിയാണ് സൈക്കോ അനലിറ്റിക് തിയറി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതേസമയം അദ്ദേഹത്തിന്റെ ഡെവലപ്മെന്റൽ തിയറി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് ആണ്. ഏതാണ്? സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് തിയറി ആരുടെ തിയറിയാണെന്ന് ചോദിച്ചാൽ അതും സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറിയാണ്. ഇനി നമ്മുടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ള ഓപ്ഷൻ സി നോക്കൂ, സൈക്കോ സോഷ്യൽ ആണ്. ഇത് ആരുടെ തിയറിയാണ്? അത് എറിക് എച്ച് എറിക്സന്റെ തിയറിയാണ്. സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറി 8 സ്റ്റേജുകൾ അദ്ദേഹം പറയുന്നുണ്ട്. ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് 8 കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറി എറിക് എച്ച് എറിക്സൺ ആണ്. അപ്പോൾ ആ തിയറിയും പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ സൈക്കോ അനലിറ്റിക് തിയറിയിൽ പ്രധാനമായിട്ടും വരുന്ന പോയിന്റുകൾ ഏതൊക്കെയാണ്? അദ്ദേഹം മൈൻഡിനെ 3ആയിട്ട് പറയുന്നുണ്ട്. മൈൻഡിന്റെ 3 തലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്. ഏതാണ്? കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്. ബോധ മനസ്സ്, അബോധ മനസ്സ്, ഉപബോധ മനസ്സ്. ഓക്കെ, അങ്ങനെ 3ആയിട്ട് സിഗ്മണ്ട് ഫ്രോയിഡ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൈൻഡിന്റെ ഒരു സ്ട്രക്ചറിന് അദ്ദേഹം ഇത്, ഈഗോ, സൂപ്പർ ഈഗോ, എങ്ങനെയാണ് ഇത്, ഈഗോ, സൂപ്പർ ഈഗോ എന്നിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് എന്ന് പറയുമ്പോൾ എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? പ്ലഷർ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഇത്. ഈഗോ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? റിയാലിറ്റി ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതേസമയം
സൂപ്പർ ഈഗോ എങ്ങനെയാണ്? മൊറാലിറ്റി ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് മൂന്നും പഠിക്കുക. അത് അവിടെ നിന്ന് എല്ലാ തവണയും ചോദ്യങ്ങൾ വരാറുണ്ട്. ഇത് ഈഗോ, സൂപ്പർ ഈഗോ, ഇതൊക്കെ എന്താണെന്ന് നമ്മൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ നിങ്ങൾ കാണുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. പോലീസ് ഫോഴ്സ് എന്നറിയപ്പെടുന്ന മൈൻഡിന്റെ പോലീസ് ഫോഴ്സ് എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈഗോയാണ്. അതേസമയം അനിമൽ സൈഡ് എന്ന മൈൻഡിന്റെ അനിമൽ സൈഡ് എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇതാണ്. അവിടെ ഇത് എന്ന് പറയുമ്പോൾ പ്ലഷറിനെ ബേസ് ചെയ്തിട്ടാണ്. എനിക്കത് വേണം എന്നുള്ള തോന്നലാണ്. അല്ലെങ്കിൽ ഞാനത് വേണമെന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് അതെങ്ങനെ ഫീൽ ചെയ്യും, അതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. എനിക്കത് വേണം, ദാറ്റ് ഇസ് ഇത്. ഓക്കെ. അതേസമയം സൂപ്പർ ഈഗോ എന്താണ്? എല്ലാം, അതായത് എനിക്ക് വേണ്ട മറ്റുള്ളവരെടുത്തോട്ടെ, അതായത് മറ്റുള്ളവരുടെ നന്മ മാത്രം ആഗ്രഹിച്ചിട്ടൊക്കെ ചെയ്യുന്നതാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. അതേസമയം ഈഗോ എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ വരുന്ന ആളാണ് ഈഗോ. ഓക്കെ. അപ്പം അത് റിയാലിറ്റി ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ. അത്രയും കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കുക. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു നമ്പറിൽ കോൺടാക്ട്. പ്രീത obeys her parents and teachers due to fear of punishment. According to Kohlberg's theory, she belongs to. ഇവിടെ എന്താ പറഞ്ഞത്? പ്രീത അവളുടെ പാരൻസിനെ എന്ത് ചെയ്യുന്നു? അനുസരിക്കുന്നു. എന്ത് പേടിച്ചിട്ടാണ്? ഡ്യൂ ടു ഫിയർ ഓഫ് പണിഷ്മെന്റ്. പണിഷ്മെന്റിന് പേടിച്ചിട്ടാണ് കുട്ടി അനുസരിക്കുന്നത്. അപ്പോൾ ഇത് കോൾബർഗിന്റെ തിയറിയിൽ ഏത് ഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു എന്നാണ് ചോദിച്ചത്. നമുക്കറിയാം തിയറി ഓഫ് മോറൽ ഡെവലപ്മെന്റ് കൊണ്ടുവന്ന ആളാണ് ലോറൻസ് കോൾബർഗ്. ഏതാണ്? തിയറി ഓഫ് മോറൽ ഡെവലപ്മെന്റ് കൊണ്ടുവന്ന വ്യക്തിയാണ് ലോറൻസ് കോൾബർഗ്. അദ്ദേഹത്തിന്റെ തിയറിയിലാണ് ഹിയൻസ് ഡിലേമ എന്ന് പറയുന്ന ഒരു സംഭവത്തെക്കുറിച്ച് പറയുന്നത്. അത് വെച്ചിട്ടാണ് അദ്ദേഹം ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കൂ. പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി, ഓപ്ഷൻ ബി കൺവെൻഷണൽ മൊറാലിറ്റി, ഓപ്ഷൻ സി പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി, ഓപ്ഷൻ ഡി ഓട്ടോണമസ് മൊറാലിറ്റി. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാണ്? ഫിയർ ഓഫ് പണിഷ്മെന്റ് പേടിച്ച് രക്ഷിതാക്കളെ അനുസരിക്കുന്നത് ഏതിലാണ് വരുന്നത്? അത് പ്രീ കൺവെൻഷണൽ മൊറാലിറ്റിയാണ്. ഏതാണ്? പ്രീ കൺവെൻഷണൽ മൊറാലിറ്റിയാണ്. അപ്പൊ ഇവിടെ പ്രീ കൺവെൻഷണൽ മൊറാലിറ്റിയിലാണ് ഏത് വരുന്നത്? ഫിയർ ഓഫ് പണിഷ്മെന്റ് പേടിച്ചിട്ട് കുട്ടി കാര്യങ്ങൾ അനുസരിക്കുന്നു. ഓക്കെ. അപ്പൊ അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൺവെൻഷണൽ മൊറാലിറ്റിയും പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി, ഇങ്ങനെ 3 കാര്യങ്ങളാണ് ലോറൻസ് കോൾബർഗിന്റെ തിയറിയിൽ വരുന്നത്. ഏതൊക്കെയാണ്? പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി, കൺവെൻഷണൽ മൊറാലിറ്റി, പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി. അടുത്തത് ദ ടീച്ചേഴ്സ് ബിഹേവിയർ വിച്ച് ടെൻഡ്സ് ടു ക്രിയേറ്റ് എ സോഷ്യൽ അറ്റ്മോസ്ഫിയർ ഇൻ ദ ക്ലാസ് റൂം ഈസ്. ദ ടീച്ചേഴ്സ് ബിഹേവിയർ ആണ്. ടീച്ചർ ബിഹേവിയറിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? ടു ക്രിയേറ്റ് എ സോഷ്യൽ അറ്റ്മോസ്ഫിയർ. ക്ലാസ്സിലൊരു സോഷ്യൽ അറ്റ്മോസ്ഫിയർ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്. അതേതാണ് വരുന്നത്? സോഷ്യലൈസേഷൻ, സോഷ്യോമെട്രി, ക്ലാസ് റൂം ക്ലൈമറ്റ്, ക്ലാസ് റൂം ഇന്ററാക്ഷൻ. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഓപ്ഷൻ സി ക്ലാസ് റൂം ക്ലൈമറ്റ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഏതാണ്? ക്ലാസ് റൂം ക്ലൈമറ്റ് ആണ്. അക്കോർഡിംഗ് ടു ഗാഗ്നെസ് തിയറി ഓഫ് ലേണിംഗ് വിച്ച് ഒക്യുപ്പൈസ് ദ ടോപ്പ് ഓഫ് ഹൈറാർക്കി. നമുക്കറിയാം ഗാഗ്നയുടെ ഹൈറാർക്കി ഓഫ് ലേണിംഗ് എല്ലാ എക്സാമിലെ ക്വസ്റ്റ്യൻസിലും ജനറൽ പേപ്പറിലും നമുക്ക് വരാറുണ്ട്. ഹൈറാർക്കി ഓഫ് ലേണിംഗ്. അപ്പൊ ഇതില് ഹയസ്റ്റ് ഓർഡറിൽ വരുന്നത് ഏതാണ്? ടോപ്പിൽ വരുന്നത് പ്രോബ്ലം സോൾവിങ്, ചെയിനിങ്, SR ലേണിംഗ്, കോൺസെപ്റ്റ്സ്. അതേതാണത്? ഓപ്ഷൻ എ ആണ്, പ്രോബ്ലം സോൾവിങ് ആണ്. നമുക്കറിയാം ഗാഗ്നയുടെ സ്റ്റേജ് നമ്മൾ പഠിക്കാറുണ്ട്. അങ്ങനെ ഒരു ഇത് വരച്ചിട്ട് അതിൽ ഏറ്റവും ഹയസ്റ്റ് സ്റ്റേജ് ആയിട്ട് വരുന്നത് ഏതാണ്? അത് പ്രോബ്ലം സോൾവിങ് ആണ്. അതുപോലെ ഏറ്റവും താഴെ വരുന്നത് ഏതാണ്? സിഗ്നൽ ലേണിംഗ് ആണ്. താഴെ സിഗ്നൽ ലേണിംഗ് ആണ് വരുന്നത്. രണ്ടാമത് വരുന്നത് ഏതാണ്? സ്റ്റിമുലസ് റെസ്പോൺസ് ആണ്. ഏതാണ്? സ്റ്റിമുലസ് റെസ്പോൺസ് ആണ് വരുന്നത്. മൂന്നാമതാണ് ഏത് വരുന്നത്? ചെയിനിങ്. മൂന്നാമത് വരുന്നത് ചെയിനിങ്. ഓക്കെ. അപ്പൊ അത് ഈ ഒരു ഇതിൽ പഠിച്ചു വെക്കുക. സ്റ്റിമുലസ് സിഗ്നൽ ലേണിംഗ്, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, ചെയിനിങ്, വെർബൽ അസോസിയേഷന്, അതുപോലെ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. പ്രോബ്ലം സോൾവിങ് ആണ് ഏറ്റവും അവസാനം വരുന്നത്, ഹയസ്റ്റ് ടോപ്പിൽ വരുന്നത്. കൂടുതൽ കോഗ്നിറ്റീവ് ചിന്തകൾ ആവശ്യമായി വരുന്ന ഒന്നാണ് ഏത്? പ്രോബ്ലം സോൾവിങ്. ഓക്കെ. അപ്പൊ ഗാഗ്നയുടെ ഹൈറാർക്കി ഓഫ് ലേണിംഗ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഹൈറാർക്കിക്കൽ ഓർഡറിലാണ് അദ്ദേഹം അത് ചെയ്തിട്ടുള്ളത്.
അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. Question: A person's condition with regard to their psychological and emotional well-being is known as. A person's condition with regard to their psychological and emotional well-being. Option A, emotional intelligence. Option B, social intelligence. Option C, mental health. Option D, personality. ഒരാളുടെ സൈക്കോളജിക്കലായിട്ടും ഇമോഷണൽ ആയിട്ടുള്ള വെൽബീയിങ്ങിനെ പറയുന്നത് എന്താണ്? ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി അല്ലെ? ഏതാണ്? മെന്റൽ ഹെൽത്ത് ആണ്. ഓപ്ഷൻ സി മെന്റൽ ഹെൽത്ത് ആണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. ഒരാളുടെ സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ വെൽബീയിങ് എന്ന ആ ഒരു അവസ്ഥയെ നമ്മൾ പറയുന്നതാണ് മെന്റൽ ഹെൽത്ത് എന്നുള്ളത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറി പോസ്റ്റുലേറ്റഡ് ബൈ വൈഗോട്സ്കി സ്റ്റേറ്റ് ദാറ്റ് ലേണിംഗ് ഒക്കേഴ്സ് as a sequence of learning stimulus response association as a result of experiences of children in terms of social and cultural context. Option C, as genetically predetermined. Option D, as a result of biological maturation. അപ്പൊ ഇവിടെ കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറി ഓഫ് വൈഗോട്സ്കി ആണ് ചോദിച്ചിട്ടുള്ളത്. വൈഗോട്സ്കിയുടെ തിയറി ഏതാണ്? തിയറി ഓഫ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ആണ്, സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദമാണ്. വൈഗോട്സ്കിയുമായി ബന്ധപ്പെട്ട് എന്ത് ചോദിച്ചാലും നിങ്ങൾ എന്ത് നോക്കുക, അതിൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ കൾച്ചറുമായി ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക. തീർച്ചയായിട്ടും അതായിരിക്കും അതിന്റെ ആൻസർ. കാരണം വൈഗോട്സ്കിയുടെ തിയറി എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? ഒരു കുട്ടിയുടെ പഠനം നടക്കുന്നത് അല്ലെങ്കിൽ ബിഹേവിയർ ഫോം ചെയ്യുന്നത് എന്തിന്റെ ബേസിലാണ്? ആ ഒരു കുട്ടിയുടെ ചുറ്റുപാടില് അല്ലെങ്കിൽ സമൂഹത്തില് ഇടപഴകുന്നതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആ കൾച്ചറിൽ നിന്ന് കുട്ടിക്ക് കിട്ടുന്നതാണ്. ആ ഇടപഴകലിലൂടെ സൊസൈറ്റിയിൽ നിന്നുള്ള ആ ഒരു ഇന്ററാക്ഷനിലൂടെയാണ് കുട്ടിക്ക് കാര്യങ്ങൾ കിട്ടുന്നത്, കുട്ടി ലേൺ ചെയ്യുന്നത് എന്ന് പറയുന്ന തിയറിയാണ് ഏത്? വൈഗോട്സ്കിയുടെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറി. അപ്പൊ എന്ത് ചെയ്യാം, അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. MKO, മോർ നോളജബിൾ അതർ. സ്കാഫോൾഡിങ് കൈത്താങ് എന്ന ടേം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ആരാണ്? അത് വൈഗോട്സ്കിയാണ്. പക്ഷെ ആ ഒരു ടേം ആദ്യമായി യൂസ് ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ അത് ബ്രൂണർ ആണ്. അത് മറക്കരുത്. സ്കാഫോൾഡിങ് എന്ന ടേം ഫസ്റ്റ് യൂസ് ചെയ്തത് ബ്രൂണർ ആണെങ്കിലും അത് തന്റെ തിയറിക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് വൈഗോട്സ്കിയാണ്. അതുപോലെ ZPD, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്, കോപ്പറേറ്റീവ് ലേണിംഗ്, കൊളാബറേറ്റീവ് ലേണിംഗ്, റെസിപ്രോക്കൽ ടീച്ചിങ്, ഇതൊക്കെ കൊണ്ടുവന്നത് ആരാണ്? വൈഗോട്സ്കിയാണ്. അപ്പം അത് അവിടെ മനസ്സിലാക്കി വെക്കുക.